അതീവ ഗൗരവമുള്ള ഒരു വാർത്തയാണ് പുറത്ത് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ഇന്ത്യൻ ആർമിയും അജിത് ഡോവലിന്റെ പിള്ളേരും ബംഗ്ലാദേശിൽ നടത്തിയ ഇടപെടൽ, അതായത് ആ ഒരു സംഭവം ഇന്ത്യയിൽ ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് ഇന്ത്യയെ ഒഴിവാക്കുന്ന ഒരു സംഭവമായി ആ ഇടപെടൽ മാറിയെന്നാണ്. അത് എന്താണെന്ന് വിശദമായി പറഞ്ഞാൽ, അതായത് കഴിഞ്ഞ ദിവസം നമ്മുടെ അജിത് ഡോവൽ ബംഗ്ലാദേശിലെ സൈനിക തലവനായ വാക്കർ ഉസ്മാൻ ഒരു ഫോൺ കോൾ വന്നു. ഈ വാക്കർ ഉസ്മാൻ ആരാണെന്ന് അറിയാമല്ലോ. അതായത് ബംഗ്ലാദേശിൽ യൂനസ് സർക്കാർ അധികാരത്തിൽ വന്നു. അവിടെ ജൻസി കലാപം ഉണ്ടാകുന്നു. ജൻസി കലാപം മാത്രമല്ല, അവിടെ ജമാഅത്തെ ഇസ്ലാമിന്റെ ആൾക്കാരൊക്കെ ചേർന്ന് കലാപം നടത്തിയിട്ട് ഷെയ്ഖ് ഹസീനെ പുറത്താക്കുന്നു. ഷെയ്ഖ് ഹസീന രാജ്യം വിടുന്നു. ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യ അഭയം കൊടുക്കുന്നു. അങ്ങനെ അമേരിക്കയ്ക്ക് താല്പര്യമുള്ള യൂനസിനെ, അതായത് സമാധാനത്തിന്റെ നൊബേൽ സമ്മാനമൊക്കെ കിട്ടിയ യൂനസിനെ അവിടെ പ്രധാനമന്ത്രിയാക്കി പ്രതിഷ്ഠിക്കുന്നു. യൂനസ് ആരാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചാൽ, അമേരിക്കയുടെ ഒരു കളിപ്പാവയാണ്. അമേരിക്ക എന്താണ് പറയുന്നത് അതനുസരിച്ച് തുള്ളുന്ന ഒരു കളിപ്പാവ, അതാണ് ഈ യൂനസ്. അപ്പോൾ യൂനസ് എന്തുകൊണ്ടാണ് പ്രതിഷ്ഠിച്ചത്? യൂനസ് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള, അതായത് ഇന്ത്യയിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന എല്ലാ, ശ്രീലങ്കയായാലും പാകിസ്ഥാനായാലും ബംഗ്ലാദേശായാലും ഇവരെയൊക്കെ, നേപ്പാളായാലും ഇവിടെയൊക്കെ അമേരിക്ക വലിയ രീതിയിൽ അവരുടെ ഫണ്ട് ഉപയോഗിച്ചിട്ട് വലിയ രീതിയിൽ കലാപങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇന്ത്യയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ അവിടെ നിന്ന് ഇവരെ ആവശ്യം വന്നാൽ ഇപ്പോൾ ഭരിക്കുന്ന നരേന്ദ്രമോദിയെ താഴെ ഇറക്കും. അതായത് ജനാധിപത്യ പ്രക്രിയയിൽ അധികാരത്തിൽ വന്ന നരേന്ദ്രമോദിയെ താഴെ ഇറക്കിയിട്ട് രാഹുൽ ഗാന്ധിയെ പോലെ അമേരിക്ക പറയുന്ന, അമേരിക്കയോട് കളിപ്പാവയായി പെരുമാറുന്ന, അല്ലെങ്കിൽ അങ്ങനെ അമേരിക്ക കളിപ്പാവയായി കാണുന്ന ഒരാളെ അധികാരത്തിൽ കൊണ്ടുവരണം. അതാണ് ഇവരുടെ ലക്ഷ്യം. ഇവരുടെ ഇച്ഛയ്ക്കനുസരിച്ചുള്ള പല കാര്യങ്ങൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അത് ഈ രാഹുൽ ഗാന്ധിയൊക്കെ വന്നാൽ അതാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള ഇടപെടൽ ബംഗ്ലാദേശിൽ അമേരിക്ക നടത്തിയിട്ടുണ്ട്. അപ്പോൾ പൊടുന്നനെ എന്താണ് ഇന്ത്യൻ ആർമി അല്ലെങ്കിൽ അജിത് ഡോവൽ അവിടുത്തെ സൈനികരെ വിളിച്ചിട്ട് പറയുന്നത്? അതായത് അവിടുത്തെ സൈനികർ ഇപ്പോൾ ബംഗ്ലാദേശിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി. ഷെയ്ഖ് ഹസീനയ്ക്ക് രാജ്യം വിടേണ്ടി വന്നു. പക്ഷേ അവിടുത്തെ സൈന്യം, ആ സൈന്യം ഉണ്ടല്ലോ, അവരാണ് ഷെയ്ഖ് ഹസീനയുടെ കൂടെയാണ് അവിടുത്തെ സൈന്യം. ഇന്ത്യയായിട്ട് സഹകരിക്കുന്ന ഒരാളാണ് വാക്കർ ഉസ്മാൻ. അപ്പോൾ സൈന്യത്തിന്റെ തലവനാണ് വാക്കർ ഉസ്മാൻ. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഷെയ്ഖ് ഹസീനെ തൂക്കിക്കൊല്ലാനോ വധിക്കാനോ അവർ പലരും ശ്രമിച്ചിരുന്നു. പക്ഷേ സൈന്യമാണ് അവരെ രക്ഷിച്ചത്. സൈന്യമാണ് പെട്ടെന്ന് എയർഫോഴ്സിന്റെ ഹെലികോപ്റ്ററിൽ കയറ്റി ഇന്ത്യയിലേക്ക് ഷെയ്ഖ് ഹസീനെ വിടുന്നത്. അപ്പോൾ വാക്കർ ഉസ്മാനാണ് ആ സമയത്ത് അജിത് ഡോവലുമായിട്ട് സംസാരിച്ച് പെട്ടെന്ന് ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം കൊടുക്കണം എന്ന രീതിയിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത ഒരാളാണ് വാക്കർ ഉസ്മാൻ. ഈ വാക്കർ ഉസ്മാനുമായിട്ട് ഇന്ത്യ നല്ല ബന്ധമാണ്. പെട്ടെന്ന് അജിത് ഡോവൽ വാക്കർ ഉസ്മാനെ വിളിക്കുന്നു. അതായത് നമ്മളുടെ ഒരു വലിയ ടീം വരുന്നുണ്ട്, ഒരു 50-55 പേരടങ്ങുന്ന സൈന്യം അടക്കമുള്ള ഒരു ടീം അങ്ങോട്ട് വരുന്നുണ്ട്. ഉടൻ തന്നെ നിങ്ങളുമായിട്ട് മീറ്റ് ചെയ്യണം. അതായത് നമ്മൾ ഇവിടെ നിന്ന് പുറപ്പെടുകയാണ്, ഉടൻ തന്നെ മീറ്റ് ചെയ്യണം. പെട്ടെന്ന് അവിടെ ലാൻഡ് ചെയ്തിട്ട് അടിയന്തരമായിട്ട് നിങ്ങളുമായിട്ട് മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് പോരൂ എന്ന് വാക്കർ ഉസ്മാൻ പറയുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഇന്ത്യൻ സൈന്യം ഏകദേശം 50-55ഓളം പേരടങ്ങുന്ന സൈന്യം അങ്ങോട്ട് പോകുന്നു. വാക്കർ ഉസ്മാനെ കണ്ടിട്ട് ഒരു 58 പേജിലുള്ള വലിയൊരു ഡോക്യുമെന്റ് കൈമാറിയിട്ട് ഡോക്യുമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു PDF ആണ്. അത് ലാപ്ടോപ്പിൽ കാണിച്ചു കൊടുക്കുകയാണ്. അതായത് സാറ്റലൈറ്റ് ഇമേജസ് ആണ്. ആ സാറ്റലൈറ്റ് ഇമേജസിൽ എന്താണ് അതീവ ഗൗരവമുള്ള ഒരു കാര്യമാണ്. അതായത് ബംഗ്ലാദേശിലെ താക്കൂർ ഗാവ്ലാൽ മോനിക്കാട്ട് എന്ന് പറയുന്ന 2 സ്ഥലമുണ്ട്. ഈ 2 സ്ഥലം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ്. ഈ 2 സ്ഥലങ്ങൾ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു എയർഫോഴ്സ് സ്പേസ് ആണ് ബംഗ്ലാദേശിലെ എയർഫോഴ്സ് ഉപയോഗിച്ചത്. ഒരു ഉപേക്ഷിക്കപ്പെട്ട ഒരു എയർഫോഴ്സ് ബേസ് ആയിരുന്നു. അവിടെ ചൈനയും ചില ആൾക്കാരും ചേർന്നിട്ട് വലിയ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അവിടെ എന്ന് വെച്ചാൽ തെളിവ് സഹിതം ഇന്ത്യ കാണിച്ചു കൊടുക്കുകയാണ് ബംഗ്ലാദേശിന്. അവിടെ വലിയ രീതിയിൽ ബങ്കറുകൾ നിർമ്മിക്കുന്നു. അതായത് ജെയ്ഷെ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ
വലിയ രീതിയിൽ ബങ്കറുകൾ നിർമ്മിക്കുന്നു എന്നുള്ള സുപ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് വിവരങ്ങളും തെളിവ് സഹിതം ഇന്ത്യൻ ആർമിയും എല്ലാവരും അതായത് പോയ 58 പേരിൽ ഇന്ത്യൻ ആർമിയുണ്ട്, എയർഫോഴ്സും എല്ലാവരും ചേർന്ന് സംഘങ്ങളായിരുന്നു, റോയുണ്ട്, എല്ലാവരും ചേർന്ന് സംഘമായാണ് പോയത്. അപ്പോൾ എല്ലാം തെളിവ് സഹിതം ബംഗ്ലാദേശിന്റെ ആർമിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ ഒരു സംഭവം അതായത് ഈ ഠാക്കൂർ ഗാവിലും ലാൽ മോൺഘാട്ടിലും എന്ന് പറയുന്ന ഇന്ത്യ ബംഗ്ലാദേശ് സ്ഥലത്ത് ഇന്ത്യയുടെ അതിർത്തി പങ്കിടുന്ന ഈ സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബങ്കർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. അപ്പോൾ ഇവരുടെ ആവശ്യം എന്താന്ന് വെച്ചാൽ ഇന്ത്യയെ തകർക്കുക. അപ്പോ അതിന്റെ കാര്യങ്ങൾ കാണിക്കാനാണ് ഞങ്ങൾ വന്നത്. അപ്പൊ ഈ വക്കർ ഉസ്മാൻ സൗദി അറേബ്യ വിസിറ്റ് ചെയ്യാൻ നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് വന്നിട്ട് നിങ്ങൾ സൗദി അറേബ്യ വിസിറ്റ് ചെയ്യരുത്, ഞങ്ങൾ ഉടനടി, അതായത് സൗദി അറേബ്യയൊക്കെ പിന്നീട് വിസിറ്റ് ചെയ്താൽ മതി, ഞങ്ങൾ ഇതാ വരികയാണ്, പാകിസ്ഥാനും സൗദിയും എന്ന് പറയുന്ന, അതായത് പാകിസ്ഥാനും സൗദിയുമായിട്ടൊക്കെ വലിയ കരാറുകൾ ഒപ്പിട്ട് കഴിഞ്ഞു. അതുകൊണ്ട് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട് പക്ഷെ സൗദിയിലേക്ക് പോകാൻ. പക്ഷേ ഞങ്ങൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നു, ഞങ്ങൾ നിങ്ങളോടൊരു കാര്യം ഞങ്ങൾക്ക് സംസാരിക്കാനുണ്ട്, അതിന് അനുവാദമൊക്കെ ചോദിച്ച് കാത്തു നിൽക്കാനൊന്നും ഞങ്ങൾക്ക് സമയമില്ല, ഞങ്ങൾ കാത്തു നിൽക്കുന്നുമില്ല. അപ്പോൾ ഇത്തരം ഒരു സംഭവം അതിർത്തിയിൽ നടക്കുന്നുണ്ട്, ആ സംഭവം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഇതിൽ നിങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കുന്നു? അതായത് പാകിസ്ഥാന്റെ തീവ്രവാദങ്ങൾ, ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ-ഇ തൊയ്ബയൊക്കെ ചേർന്നിട്ടാണ് ഈ ഠാക്കൂർ ഗാവിലും ലാൽ മോദാഘാട്ടിലുമൊക്കെ വലിയ രീതിയിൽ തുരങ്കങ്ങൾ നിർമ്മിക്കുന്നത്. ഇന്ത്യയിലെ ചിക്കനൊക്കെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് യൂനസ് അധികാരത്തിൽ നിന്ന് കുറച്ച് വർഷങ്ങൾ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് ശേഷം അധികാരത്തിൽ നിന്ന് യൂനസ് പോകും, അതിനുശേഷം അവിടെ ഹസീന വരും. അതുകൊണ്ട് ഇന്ത്യയുടെ ചിക്കനൊക്കെ ഞങ്ങൾ ഉടനെ പിടിച്ചെടുക്കും. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും. ഒരു 22 കിലോമീറ്റർ വിടവുള്ള ഒരു സ്ഥലമാണ് ഈ ചിക്കൻ നെക്ക് എന്ന് പറയുന്നത്. ഇന്ത്യക്ക് ഏറ്റവും വേണ്ടപ്പെട്ടുള്ള, ഇന്ത്യയുടെ 8ഓളം സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു ഇടനാഴിയാണ് ഈ ചിക്കൻ നെക്ക്. ഈ ചിക്കൻ നെക്കിൽ ഇന്ത്യ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇന്ത്യയുടെ ജീവനാഡി എന്ന് തന്നെ പറയാം ഈ ചിക്കൻ നെക്ക്. അപ്പോൾ ഈ ചിക്കൻ നെക്കൊക്കെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഇവിടെ ഈ അതിർത്തി പ്രദേശങ്ങളിൽ ബംഗ്ലാദേശ് അല്ലെങ്കിൽ ചൈനയുടെയും പാകിസ്ഥാനും ഒക്കെ ചേർന്ന് ഇവിടെ ചില കാര്യങ്ങൾ നടത്തുന്നത്. അപ്പൊ ഇന്ത്യയിൽ നിന്ന് ഈ സംസ്ഥാനങ്ങളെയൊക്കെ വിഭജിച്ച് ഇല്ലാതാക്കാം എന്ന് ചൈനയ്ക്കൊരു ആഗ്രഹമുണ്ട്. ഈ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളെയൊക്കെ പിടിച്ച് അത് ചൈനയുടെ ഭാഗമാക്കുക എന്ന് അവർ വലിയ ദീർഘകാലമായി അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ആ ഒരു പ്രശ്നങ്ങളായി നിലനിൽക്കുന്നത്. ഇപ്പോൾ യൂനസിന്റെ വാക്കുകളിൽ നിന്ന് പുറത്ത് വരുന്നതും ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങളാണ്. അതായത് ഞങ്ങൾ ചിക്കൻ നെക്കുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് ഞങ്ങൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അവിടെ ചൈനയുമായിട്ട് ചേർന്ന് ഞങ്ങൾ വലിയ രീതിയിൽ തുരങ്കങ്ങൾ നിർമ്മിക്കുന്നു, അപ്പൊ ചിക്കൻ നെക്ക് ഞങ്ങൾ പിടിച്ചെടുക്കും. ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്തും വന്നിട്ട് ഇത് തന്നെയാണ് പറയുന്നത്, ഞങ്ങൾ ചിക്കൻ നെക്ക് എങ്ങ് പിടിച്ചെടുക്കുക, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഈ ഇടനാഴി സിലിഗുരി കോറിഡോർ അത് അടച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് 7 സംസ്ഥാനങ്ങളുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടും, അവിടെ ഞങ്ങൾ ബങ്കറുകൾ നിർമ്മിക്കുന്ന ആ സ്ഥലം ഞങ്ങൾ നശിപ്പിക്കുന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇന്ത്യ പറഞ്ഞു, ഞങ്ങൾക്ക് ധൈര്യമായി ഒരു ഭയവുമില്ലാതെ ബംഗ്ലാദേശിനകത്തേക്ക് ഞങ്ങൾക്ക് കയറി വരാൻ കഴിഞ്ഞുവെങ്കിൽ നിങ്ങൾ എന്തൊക്കെ തറവേലകൾ കാണിച്ചാലും എന്തൊക്കെ നാടകങ്ങൾ കളിച്ചാലും ഞങ്ങളുടെ തീരുമാനത്തിൽ നിന്ന് മാറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ നിർത്തിവെക്കണം, ഇല്ലെങ്കിൽ പാകിസ്ഥാനെ സഹായിക്കാൻ വേണ്ടിയിട്ട് എല്ലാ തരത്തിലുള്ള സെറ്റപ്പുകളും ബംഗ്ലാദേശ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ത്യ തൊടുത്തുവിടുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ അറ്റാക്കിൽ പിടിച്ചു നിൽക്കാൻ, ഇന്ത്യയുടെ ബ്രഹ്മോസിലൊക്കെ പിടിച്ചു നിൽക്കാൻ ഒരുപക്ഷെ ബംഗ്ലാദേശിന് കഴിഞ്ഞെന്ന് വരില്ല. ഇന്ത്യയുടെ ബ്രഹ്മോസ് കണ്ട് പാകിസ്ഥാന് തന്നെ കിളി പോയിരിക്കുകയാണ്. അതുകൊണ്ട് അടുത്ത് നിങ്ങളുടെ കിളി ആയിരിക്കും പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ മര്യാദയ്ക്കിരുന്നാൽ നിങ്ങൾക്കായിരിക്കും നല്ലത്.